ഹലോ സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ സുഹാഗുണ്ട്. ബ്രോ സുഖാണോ അവിടെ? സുഖമായിരിക്കുന്നു ബ്രോ. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ബ്രോ, ട്രാൻസ്ഫർ വിൻഡോ തീരാൻ ഇനി ആകെ 3-4 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. നിങ്ങൾ ഭയങ്കര സൈലന്റ് ആയിരുന്നു. ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സൈലന്റ് ആയിരിക്കുന്നു. ഇപ്പോൾ അയാക്സിന്റെ ഒരു പ്ലെയറിന്റെ ചെറിയ ലിങ്ക് ഒക്കെ ഉണ്ട്, പക്ഷെ പുള്ളി ഈ ഒരു വിൻഡോയിൽ വരുന്നില്ല എന്നുള്ളൊരു ന്യൂസും കേൾക്കുന്നുണ്ട്. എന്താണ് ബ്രോ, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? ഒന്നുമില്ല, ഒരു അപ്ഡേറ്റും ഇല്ല. എന്ത് പറയാന്, സാധാരണ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡോയിലൊക്കെ നമുക്ക് ലിങ്ക് എങ്കിലും ഉണ്ടാവുമല്ലോ, അപ്പൊ അതുമില്ല. മീൻസ് നോ ബിസിനസ് ഈ വിൻഡോയിൽ. അത് ഏകദേശം ഒരു ഫസ്റ്റ് വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അറിയായിരുന്നു ഈ വിൻഡോയിൽ അധികം ബിസിനസ് ഒന്നും ഉണ്ടാവില്ല. ഇത് സ്ഥിരം ഡയലോഗാണ്, ഞാൻ പറയില്ല, എപ്പോഴും ഉള്ളതാണ്. ഓപ്പർച്യൂണിറ്റി കണ്ടാൽ സൈൻ ചെയ്യും, ഓപ്പർച്യൂണിറ്റി കണ്ടാൽ സൈൻ ചെയ്യും. ഒന്നുമില്ല, വെറുതെ ആണ്, സൈൻ ചെയ്യുന്നില്ല, ആരുമില്ല. എനിക്ക് തോന്നുന്നു ഈ സമ്മറിൽ ഒരുപാട് ആൾക്കാരെ സെല് ചെയ്യാനുണ്ട്. അതുകൊണ്ടായിരിക്കും ആ പൈസ വന്നിട്ട് അത് റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും FS നോക്കുന്നത്. നമുക്ക് അങ്ങനെ പൈസ വന്ന് റീഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയില്ല, നമ്മള് അത്യാവശ്യം നല്ല രീതിക്ക് റവന്യൂ, 6th ആണ് റവന്യൂ ജനറേഷനിൽ നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സെൽ ചെയ്തിട്ട് മേടിക്കേണ്ട ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്പെഷ്യലി ഈ അടുത്തൊന്നും ഒരിക്കലും വന്നിട്ടില്ല. അപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല. പൈസ ഉണ്ട്, നല്ല പൈസ ഉണ്ട് സ്പെൻഡ് ചെയ്യാൻ, പക്ഷെ സ്പെൻഡ് ചെയ്യില്ല. കാര്യം നമ്മൾ കഴിഞ്ഞ ട്രാൻസ്ഫറിൻ്റെ തന്നെ നമ്മൾ ഏകദേശം പോസിറ്റീവിലാണ് നമ്മൾ നിർത്തിയത്. കാര്യം നമുക്ക് 15 മില്യൺ സ്പെൻഡിങ്ങേ വന്നിട്ടുള്ളൂ. ബാക്കി നമ്മൾ കുറേ പേര് വിറ്റു, ഏകദേശം 50 മില്യൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ സെയിൽസിൽ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് സ്പെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇനി ഈ വരുന്ന സമ്മറിൽ കുറേ പേര് പോകും, നിറച്ച് പേര് പോകും. അതായത് അലിസൺ ചിലപ്പോൾ പോകും മിക്കവാറും. കാര്യം മാമർഡാഷ്വിലി വന്നു കഴിഞ്ഞാൽ മാമർഡാഷ്വിലിനെ കെലഹറിനെ ഇരുത്തുന്ന പോലെ ബെഞ്ചിൽ ഇരുത്താൻ പറ്റില്ല, അതെ, അതൊരിക്കലും പറ്റില്ല. അപ്പോൾ മാമർഡാഷ്വിലി വന്ന അലിസൺ പോകും, കെലഹർ പോകും. അർണോൾഡിന്റെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. കോൺട്രാക്ട് സിറ്റുവേഷൻ നമുക്ക് മാറ്റി നിർത്താം, പക്ഷെ അർണോൾഡിന്റെ സിറ്റുവേഷൻ ഇല്ല. സോ ഇപ്പൊ അർണോൾഡ് പോവുകയാണെങ്കിൽ അവിടെ റൈറ്റ് ബാക്ക് ആവശ്യമുണ്ട്. എന്തായാലും ഒരു ലെഫ്റ്റ് ബാക്ക് വേണം, മസ്റ്റ് ആണ്. ഏറ്റവും ആദ്യം വിൻഡോയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യുന്നുള്ളതാണ്. ലെഫ്റ്റ് ബാക്ക് ഇല്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഡിഫൻസ് മിഡ്ഫീൽഡറാണ്. കാര്യം ഗ്രാൻബർച്ച് ഒരു മനുഷ്യനാണ്. നമുക്ക് ഒരു മനുഷ്യനെ എത്രത്തോളം കളിപ്പിക്കാൻ പറ്റും എന്നുള്ളതിന്റെ എക്സ്ട്രീം. കാര്യം 2 കളി എന്തേ ഉള്ളൂ ഗ്രാൻബർച്ച് ഇതുവരെ 90 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാത്ത. ബാക്കി പുള്ളി സ്റ്റാർട്ട് ചെയ്ത കളികളൊക്കെ പുള്ളി 90 മിനിറ്റ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അത് അലാമിങ് ആണ്. കാര്യം ഇത്ര നല്ല പ്ലെയർ അടുത്ത വർഷം എത്തുമ്പോഴത്തേക്കും പുള്ളി പിഴിഞ്ഞ പോലെ ആവും, പുള്ളി അലക്കി പിഴിഞ്ഞ പോലെ ആവും. അപ്പോൾ അതെ, ഒരു അതും കണ്ട മോശം പ്ലേസിനൊന്നും അല്ല നമ്മൾ കൊണ്ടുവരേണ്ടത്. ബാക്കപ്പായിട്ട് പ്രോപ്പർ റൊട്ടേറ്റിംഗ് ഓപ്ഷൻ, അതായത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ മേടിക്കണം. അപ്പോൾ അവിടെ ഒരു ആവശ്യമുണ്ട്. ലൂയിസ് ഡിയാസ് മിക്കവാറും പോകും, പുള്ളിയുടെ വേജിൽ ഹാപ്പി അല്ല. ന്യൂനസ് സ്ലോട്ടിന്റെ പ്രൊജക്റ്റ് ഇല്ല. ഇനി ന്യൂനസ് ഇനി അടുത്ത ഈ ഒരു 6 മാസത്തിൽ ന്യൂനസ് ഇനി ഒരു 50 ഗോൾ അടിച്ചാലും ന്യൂനസ് ഇനി ലിവർപൂൾ അടുത്ത സീസൺ കളിക്കില്ല മിക്കവാറും. സ്ലോട്ടിന്റെ തീരുമാനം എലിയട്ടില്ല, സിസ്റ്റത്തിലില്ല. ജോട്ടയുടെ അവസ്ഥ, ജോട്ട പോയാലും പോയില്ലെങ്കിൽ ഏകദേശം ഒരേപോലെ. കാര്യം പുള്ളി FA കപ്പിന് മാത്രമേ ഫ്രീ ആവുള്ളൂ, ബാക്കി ഫുൾ ടൈം പുള്ളി ഇൻജോർഡ് ആണ്. അപ്പോൾ ഇത്രയും അഡിഷൻസ് ആവശ്യമുണ്ട്. ഇതൊരിക്കലും ഒരു ഒറ്റ വിൻഡോയിൽ ഇവർ തീർക്കില്ല. അതെ. ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ അടുത്ത സീസണെ നല്ല രീതിക്ക് ബാധിക്കും. എസ്പെഷ്യലി ഈ അറ്റാക്കിന്ന് 3 പേര് പോയി കഴിഞ്ഞാൽ. അപ്പോൾ സമ്മറിൽ ഇത്രയും വലിയൊരു ലോഡ് ഉള്ളപ്പോൾ ഇവർ ഇത് മൊത്തം അടുത്ത വിൻഡോയിലോട്ട് വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സെയിൽ ചെയ്ത് മേടിക്കേണ്ട ഒരു അവസ്ഥ ക്ലബിന് ഇല്ല ഇപ്പോൾ. അതിൻ്റെ ഒരു ആവശ്യമില്ല, കാര്യം അത്രയും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്ലബ്ബാണ്. അപ്പോൾ അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ട്രാൻസ്ഫേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൈനിങ് ഒരു സൈനിങ്, ഒരു യോറൽ ഹാറ്റോ, അയാക്സിലെ ലെഫ്റ്റ് ബാക്ക് സെൻറ്റർ ബാക്ക് ആണ് അവൻ, അല്ലെങ്കിൽ കിർക്കസോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷെ അത് കൊണ്ടുവന്നിട്ടില്ല. അത് ഈ സീസണിന് വേണ്ടി മാത്രമല്ല സ്പെഷ്യലി ഞാൻ കാണുന്നത്, അത് അടുത്ത സീസണിലേക്കോ അതിൻ്റെ ബാക്കിയുള്ള ഫ്യൂച്ചറിലേക്കാണ് ഞാൻ ശരിക്കും പറഞ്ഞ കൺസേൺ. കാര്യം ജോ ഗോമസിനൊക്കെ എനിക്ക് തോന്നുന്നു അടുത്ത സീസണിലൊക്കെ ചാൻസ് കിട്ടിയ സെല്ല് ചെയ്യും. ഈ സീസണിൽ സെല്ല് ചെയ്യാണ്ടിരുന്നാണ്. ഡെഡ് ലൈൻ ഡേക്ക് 2 ദിവസം മുമ്പ് ന്യൂകാസിൽ വന്നതാ. നമ്മളെ അതിലും വലിയ കോമഡി, ജോ ഗോമസിനെ സെല്ല് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ പുള്ളി റീപ്ലേസും ചെയ്യില്ലായിരുന്നു. അതാണ് അതിലും വലിയ കോമഡി. ഇപ്പൊ ആകെയുള്ള ഒരു ആശ്വാസം ജോ ഗോമസ് ഉണ്ടെന്നുള്ളതാണ്. അതും ഇല്ലെങ്കിൽ അവിടെയും റീപ്ലേസ്മെന്റ് ഇല്ല, കോൺസൈനെ വെച്ച് കളിപ്പിക്കേണ്ടി വന്നു തന്നെ. ശരിയാണ്. ഇപ്പോൾ നമ്മൾ ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഓക്കെയാണ്. ഇപ്പോഴത്തെ ഗ്രൂപ്പ് സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ 1ാം സ്ഥാനത്തുണ്ട്. ഇനി അടുത്ത മത്സരം PSV ആയിട്ടാണ്. അതിൻ്റെ റിസൾട്ട് അത്ര ബാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അടുത്ത സ്റ്റേജിൽ ഇപ്പോൾ എന്തായാലും നമുക്കറിയില്ല ഏതാണ് ഓപ്പോസിഷൻ വരാൻ പോകുന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് പെർഫോമൻസ് കണ്ടിട്ട് UCL ഒരു ഫൈനൽ വരെയൊക്കെ പോകാനുള്ള ചാൻസ് കാണുന്നുണ്ടോ? ഫൈനൽ വരെ ഞാൻ പറയുന്നില്ല, പക്ഷെ എനിക്കൊരു ക്വാർട്ടർ വരെ എങ്ങനെ സുഖമായിട്ട് പോകുന്നു തോന്നുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ക്ലോപ്പിന്റെ പോലെ ഒരു സൂയിസൈഡ് ഗെയിം അല്ലല്ലോ.
നമുക്ക് കാര്യം ഒരു ലെഗ് കഴിഞ്ഞാൽ അടുത്ത ലെഗിൽ ഇവർക്ക് എങ്ങനെ പണി കൊടുക്കാമെന്ന് ബാക്കിയുള്ള ടീംസിന് പഠിച്ചുകൊണ്ട് വരാൻ പറ്റുന്നുണ്ട് ക്ലോപ്പിന്റെ അണ്ടറിൽ. പക്ഷെ ഒരു പരിധിവരെ സ്ലോട്ടിന് അണ്ടറിൽ പറ്റില്ല ഓപ്പോണന്റ് ടീംസിന്. അത് നമ്മൾ അത്യാവശ്യം ഒരു ലീഡ് കിട്ടിയാൽ എന്തെങ്കിലും നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഗെയിം. അത് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണത് ഇപ്പോഴത്തെ എസ്പെഷ്യലി മോഡേൺ ഫുട്ബോളിൽ. പിന്നെ വേറൊരു കാര്യം എൻ്റെ ഇടയിൽ ആഡ് ചെയ്യാൻ പറഞ്ഞത്, ഫസ്റ്റ് പ്ലേസ് സെക്കൻഡ് പ്ലേസ് കിട്ടി 20 മില്യൺ എക്സ്ട്രാ കിട്ടും. അതുകൊണ്ട് അത് ഞാൻ പറയാൻ പറഞ്ഞു. ഫസ്റ്റ് സെക്കൻഡ് ആയി കഴിഞ്ഞാൽ അത് വേറെ. അപ്പോൾ എനിക്കൊന്ന് ബാഴ്സലോണ ഇനി ഞങ്ങൾ തോറ്റിട്ട് ബാഴ്സലോണ ഇനി അറ്റ്ലാന്റയോട് ജയിച്ചാലേ മിക്കവാറും ബാഴ്സലോണ ഫസ്റ്റ് കയറുമെന്ന് അറിയില്ല, കയറില്ല മിക്കവാറും, എനിക്കറിയില്ല. ടേബിൾ മറന്ന കാര്യം നമുക്കൊരു ലോസ് അല്ല, അവർക്കൊരു ലോസ് ഉണ്ട്. അപ്പൊ എനിക്കൊന്ന് അവർ അറ്റ്ലാന്റ ജയിച്ചിട്ട് ഞങ്ങൾ PSV തോറ്റാൽ മാത്രമേ പോയിന്റ്സ് ലെവലാവും. എന്തോ ഗോൾ ഡിഫറൻസ് വഴി ആരാ ഫസ്റ്റ് ആവുന്ന അവരേ ആവുള്ളൂ. അപ്പൊ അല്ലാണ്ട് ഫസ്റ്റ് ആണ് മോസ്റ്റ്ലി. എനിക്ക് തോന്നുന്നില്ല PSV തോക്കുന്ന, എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താന്നല്ല, കറന്റ്ലി വെരി ഹാപ്പി. കാര്യം എനിക്ക് തോന്നുന്നത് സ്ലോട്ട് ഈ ഒരു ലാസ്റ്റ് ഗെയിം വരെ, അതായത് ഫൈനൽ ഗെയിമിൽ വരെ, അതിനു മുമ്പ് വരെ പുള്ളി ഏകദേശം ഒരു ചാമ്പ്യൻസ് ലീഗ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പുള്ളി ക്ലബ്ബ് റൺ ചെയ്തത് ആസ് എ മാനേജർ. കാര്യം വിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഡ്രോ അല്ല. കാര്യം ഫസ്റ്റോ സെക്കൻഡോ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു സേഫ് പ്ലേസ് ആണ്. നമ്മൾ പറയില്ലേ താഴത്തോട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ ബയൻ്റെ അവസ്ഥ ഉണ്ടല്ലോ, ബയൺ ഫെനോദിൻ്റെ കൂടെ തോറ്റപ്പോൾ അവർക്കിപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു അൺസർട്ടനിറ്റി ആണ്. അപ്പോൾ അതിലും താഴെ പോയി കഴിഞ്ഞപ്പോൾ സിറ്റിയുടെ അവസ്ഥ ഉണ്ടല്ലേ. ഇപ്പം ഇനി PSG തോറ്റിട്ട് സിറ്റി ക്ലബ് ബ്രൂജിൻ്റെ കൂടെ ജയിച്ചിട്ട് അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. അപ്പോൾ അതിലും ഭേദം ടോപ്പ് 8 മാത്രമല്ല ടോപ്പ് 3 ടോപ്പ് 4 നിൽക്കുകയാണെങ്കിൽ തന്നെ വളരെ ആശ്വാസം. ഇനിയിപ്പോൾ ഒപ്പോണൻസ് വരുന്ന വെച്ചാൽ ഇപ്പോൾ റയൽ മാഡ്രിഡ് ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട് അതിന്റെ ആ ടേബിളൊക്കെ വെച്ചിട്ട്. അറിയില്ല എന്താവും, നമുക്ക് എന്താവും നോക്കാം. അതെ, ഇപ്പോ EPL നോക്കുമ്പോൾ 6 പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ആർസണലായാലും സിറ്റി ആയാലും അവര് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസ് പലപ്പോഴും കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ സിറ്റി കഴിഞ്ഞ കളിയിൽ ജയിച്ചു, പോസിറ്റീവായിട്ട് സൈനിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരു ഗെയിം ഇൻ ഹാൻഡ് ഉണ്ട്. എവർട്ടനെതിരെയുള്ള മത്സരം ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ലീഡ് ഒരു 9 പോയിന്റിലേക്ക് എത്തും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇനിയൊരു 15 മത്സരമേ ബാക്കിയുള്ളൂ. അപ്പോൾ മാത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 മത്സരങ്ങൾ തോക്കണം, ഓപ്പോസിഷൻ എല്ലാ മത്സരം ജയിക്കണം എന്നുള്ളൊരു കോമ്പിനേഷൻ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി ഒരു 5 മത്സരം കൂടി നിങ്ങൾ പിടിച്ചു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ടൈറ്റിൽ ഓൾമോസ്റ്റ് ഫിക്സ് ആയെന്ന് പറയേണ്ടി വരും. വേറെ എന്തെങ്കിലും ചലഞ്ചസ് കാണുന്നുണ്ടോ ഈ ഒരു സൈനിങ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ? ചാലഞ്ചസ് ഞാൻ പറഞ്ഞ ഇഞ്ചുറീസ് മാത്രമേ ഉള്ളൂ. സൈനിങ്സ് അതെല്ലാം കണക്റ്റഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ അതൊരു കൊളാപ്സ് ആണ്. എസ്പെഷ്യലി ഗ്രാൻഡ് ബേർഡ്സിന്, സാല ഒരു പരിധിവരെ, വാൻഡൈക്കിന്റെ കേസാണ് എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. കാര്യം പ്രീമിയർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ സെക്കൻഡാന്ന് തോന്നുന്നു മിനിറ്റ്സ് കളിച്ചത് വാൻഡൈക്കാണ് പ്രീമിയർ ലീഗിൽ. ഫസ്റ്റോ സെക്കൻഡോ ആണ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ. അപ്പോൾ പ്രായമായി, അതിന്റെ കൂടെ മിനിറ്റ്സ്, എത്ര പ്രായം കുറഞ്ഞ പ്ലെയറാണ്. ഇപ്പൊ നമുക്ക് 2020 യൂറോയില് പെഡ്രയുടെ അവസ്ഥ കണ്ടല്ലേ. ആ സീസണിൽ 72 കളികൾ അതിനുശേഷം പുള്ളി ഭയങ്കര കഷ്ടപ്പെട്ടു ഒരു 3 കൊല്ലം. അപ്പോൾ അത് ഇഞ്ചുറി ഭയങ്കര പ്രശ്നമാണ് ഈ ഗെയിം മിനിറ്റ്സ്. കാര്യം 10-75 കളി കളിക്കേണ്ടി വരും. കാര്യം ഇപ്പൊ ഈ സീസൺ കഴിഞ്ഞാൽ അടുത്ത സീസണിൽ ഇതിലും കൂടുതൽ കളി ഉണ്ടാവും. കാര്യം ഇപ്പൊ എങ്ങാനും പോസിബിൾ ഒരു ചാമ്പ്യൻസ് ലീഗ് അടിക്കുമോ, അല്ലെങ്കിൽ അതായത് സൂപ്പർ കപ്പ് അടിക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ ഇന്റർകോണ്ടിനൽ കപ്പ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അതൊക്കെ ഗെയിമാണ്, ട്രാവൽ ചെയ്ത് പോയി കളിക്കേണ്ട ഗെയിമുകളാണ് അതൊക്കെ. അപ്പോൾ എനിക്കറിയില്ല, ഈ സീസണിലെ ഇഞ്ചുറി മാത്രമേ ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അല്ലാണ്ട് നമ്മൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു വഴിയും കറന്റ്ലി ഇല്ല. കാര്യം ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല സിറ്റി ആയിട്ടൊക്കെ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ തോന്നുന്നില്ല ലിവർപൂൾ. ഞാൻ ആ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി കോൺഫിഡൻസ് ഉണ്ട് ഇപ്പോൾ. പക്ഷെ ഇപ്പൊ വരെ നമ്മള് ബാക്കിയുള്ള ടീംസ്, താഴെയുള്ള ടീംസ് എന്തായാലും പോയിന്റ് ഡ്രോപ്പ് ചെയ്യും. എസ്പെഷ്യലി ആസനിലൊക്കെ പോകുന്ന കേസിൽ അവർ എങ്ങനെയൊക്കെ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുന്നുണ്ട് എനിക്ക് അറിഞ്ഞൂടാ. അവർക്ക് 3-4 പ്രാവശ്യം പൊക്കത്തോട്ട് കയറി വരാനുള്ള ചാൻസ് ഉണ്ടായിട്ട് പോലും അവർ കയറി വരാൻ പറ്റിയില്ല അവർക്ക്. അപ്പോൾ അവര് പോയിന്റ് ഡ്രോപ്പ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമുക്ക് പോയിന്റ് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. അതായത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല അതിൽ. അപ്പോൾ കാര്യം നമ്മളോട് കഴിഞ്ഞ വർഷത്തെ ഡിസ്കഷനിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ലിവർപൂൾ ഫസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞാണ് നമ്മൾ കയ്യിലുള്ള കളി ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളവര് ജയിക്കോ തോക്കോ ഡ്രോ. ഞാനൊക്കെ സിറ്റിയുടെ കളിയൊക്കെ രാത്രി 1:30 ഇരുന്നുണ്ട്, ഇവരെങ്ങാനും പോയിന്റ് ഡ്രോപ്പ് ചെയ്യില്ലെന്ന് വെച്ചിട്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ വരും, അത് ടീമിനും വരും ഫാൻസിനും. ഇപ്പൊ ഞാൻ അറിയില്ല, നമ്മുടെ ബ്രെൻഫോർഡ് ആയിട്ടുള്ള ഗെയിം ആർസണൽ പ്ലേയേഴ്സ് ഒക്കെ കണ്ടു എന്നാ പറഞ്ഞു ലിവർപൂൾ. കാര്യം എങ്ങാനും ഡ്രോപ്പ് ചെയ്താലോ എന്ന് വെച്ചിട്ട്. എന്നിട്ട് അവര് പോയി ആസ്റ്റൺ വില്ലയോട് തോറ്റു, അത് വേറെ കാര്യം. പക്ഷെ എനിക്കറിയില്ല. അപ്പൊ അതാണ് കാര്യം. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഇനി ഇറ്റ്സ് ആർസ് ടു ലൂസ്. നമ്മുടെയാണ് പോകാനുള്ളത്. കാര്യം നമുക്കിപ്പോ 6 പോയിന്റ് ഗ്യാപ്പ് ഉണ്ട്. മറ്റേത് പോയിന്റ്സ് ഇൻ ഹാൻഡ് അല്ലല്ലോ, മറ്റേത് ഗെയിം ഇൻ ഹാൻഡ് ആണ്. അത് ജയിച്ചു അത് 9 പോയിന്റ് ആണ്. അപ്പൊ അത് ജയിക്കുക, ബാക്കിയുള്ളതും ജയിക്കുക. കാര്യം എനിക്കൊന്ന് ബോൺമത്തും എവർട്ടണും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ന്യൂക്കാസിൽ അല്ല, സിറ്റി അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഈസി റൺ ഓഫ് ഗെയിംസ് ആണ് മേ വരെ ഒന്ന് ഇത് നീട്ടിക്കൊണ്ട് പോരുന്നു. മേ കഴിഞ്ഞ് കഴിഞ്ഞാൽ
നിങ്ങൾ ടോട്ടനം വരുന്നുണ്ട്, ചെൽസി വരുന്നുണ്ട്, ആർസണൽ ഉണ്ടെന്നോ, ആർസണൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരും. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ കുറെ പേര് ട്രോളായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു ആർസണലാണ് സെക്കൻഡ് എങ്കിൽ അവരെ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ബാക്കി ലണ്ടൻ ക്ലബ്ബുകൾ തോറ്റു വരും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് എന്താ പറയാ, അതുവരെ നീട്ടിക്കൊണ്ട് പോരുത്. കാര്യം 22-23 സീസണിൽ നടന്ന എന്താ, 21-22 സീസണിൽ നടന്ന എന്താണെന്ന് അറിയാലോ. ലാസ്റ്റ് ഡേ വരെ പോയിട്ട് അവസാനം ആ ഗുണ്ടോന്റെ ഗോളൊക്കെ നോക്കാൻ ഭയങ്കര വിഷമമായി പോയി. അപ്പൊ അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. നമ്മളിപ്പോ ഇപ്പൊ ഒരു ഏപ്രിലോടെ ലീഗ് സീൽ ചെയ്യണം. കാര്യം അതാണ് വേണ്ടത്. കാര്യം അത് കഴിഞ്ഞാൽ ടഫ് മാച്ചസ്, മെയില് അത്യാവശ്യം നല്ല ടഫ് ഫിക്ചേഴ്സാണ് വരുന്നത്. അപ്പൊ അതുവരെ ഒന്നും ഒരിക്കലും നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല, അത് ചെയ്യരുത് ഒരിക്കലും. അപ്പോൾ നമ്മൾ മാക്സിമം ജയിക്കുക. ആർസണൽ പോയിന്റ് ഡ്രോപ്പ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, അവർക്ക് ഇഞ്ചുറി കൺസേൺസ് ഉണ്ട്, നിറച്ച് ഇഞ്ചുറി കൺസേൺസ് ആണ്. പിന്നെ അത്യാവശ്യം ക്രാക്സ് ഉണ്ട് അവർക്ക്. അവരുടെ അടുത്ത് പോയിന്റ് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ടീമുകൾക്ക് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എനിക്കൊന്ന് അതിലാണ് നമുക്കൊരു വിശ്വാസം. എനിക്കറിയില്ല പിന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ അവസ്ഥ എന്താ എനിക്കറിയില്ല. കാര്യം അവരെ ബോൺമത്ത് ഒഴുകി എനിക്കൊന്ന് അവരെ തോപ്പിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷെ അവരെ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊന്ന് നമ്മൾ ജയിക്കുക അത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ പണി ചെയ്യാം. അല്ലാണ്ട് പിന്നെ ബാക്കി ടീംസ് അത് കഴിഞ്ഞ് പിന്നെ ലീഗ് അടിച്ചിട്ട് നമ്മളെ കുറ്റം പറയാനുള്ളൂ. ലീഗ് പോയാൽ നമുക്ക് നമ്മളെ കുറ്റം പറയാൻ പറ്റുള്ളൂ. അപ്പോ എനിക്ക് തോന്നുന്നത് നമ്മൾ നമ്മുടെ പണി ചെയ്യാം. അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ബ്രോ FA കപ്പിന്റെ സെക്കൻഡ് ലെഗ് വരുന്നുണ്ട് February 6. എനിക്ക് തോന്നുന്നു സ്പേഴ്സ് റെലിഗേഷൻ ഫൈറ്റിലൂടെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലും EPL പിടിച്ചു നിൽക്കാനുള്ള ഒരു പെർഫോമൻസ് ആണ്. കാരണം എനിക്ക് തോന്നുന്നു 1912 ശേഷം അങ്ങനെയാണ് നമ്മൾ ഇത്ര മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തോക്കുന്ന. 9 മത്സരത്തിൽ നിന്ന് 1 പോയിന്റ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് തിരിച്ചു വരാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. 1-0 ലീഡ് ഉണ്ട്, പക്ഷെ ആൻഫീൽഡിൽ വെച്ചിട്ടാണ് കളി. എന്താണ് ഒരു നിങ്ങളുടെ എക്സ്പെക്ടേഷൻ? എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ജയിക്കുക എന്നുള്ളതാണ്, അത്രേ ഉള്ളൂ. വേറെ ഇതൊന്നുമില്ല. കാര്യം ആ കളി ഞങ്ങൾ ജയിക്കാൻ ഡിസേർവിങ് ആയിരുന്നില്ല. ആ ഫസ്റ്റ് ലെഗ് അത് ഞങ്ങൾ ഒരിക്കലും ജയിക്കാൻ ഡിസേർവിങ് അല്ല, അത് ഉറപ്പാണ്. പക്ഷെ തോക്കാനും ഡിസേർവിങ് അല്ല. അത് നമുക്ക് ആ റെഫറിങ് ഡിസിഷൻ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ടെൻഹാഗിന്റെ ഫസ്റ്റ് സീസണിലെ യുണൈറ്റഡ് ഗെയിം 2-1 ഞങ്ങൾ തോറ്റതിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ അടുത്തൊന്നും എനിക്ക് ഒരു മാച്ച് കണ്ടിട്ട് ഇത്രയും ഫ്രസ്ട്രേഷൻ തോന്നിയിട്ടില്ല ഒരു ഒപ്പോണന്റ് ടീമിനോട്. കാര്യം നമ്മളൊരിക്കലും തോക്കരുത് എന്നുള്ളൊരു കളിയായിരുന്നു. കാര്യം ഡ്രോ സെക്കൻഡ് ലെഗ് നമുക്ക് ആൻഫീൽഡിൽ നോക്കാന്നുള്ളത്. ഇതിപ്പോ തോറ്റ സത്യം പറഞ്ഞ ടോട്ടനമിന്റെ മിസ്റ്റേക്ക് അല്ല, റെഫറിങ് എററാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് എന്തായാലും മസ്റ്റ് വിൻ ഗെയിമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു സ്ലോട്ടിനത് അറിയാം. അത് എനിക്കൊന്ന് ലൈറ്റ് ആയിട്ട് കണ്ടു തോന്നുന്നു പ്ലേയേഴ്സ് ആ ഫസ്റ്റ് ലെഗിൽ. അതാണ് കാര്യം. കർബോ കപ്പല്ലേ, കുഴപ്പമില്ല ഇതൊക്കെ കാര്യം. അതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് ജയിച്ചതാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു ടീമിന്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ മസ്റ്റ് വിൻ ഗെയിം എന്തായാലും. കാര്യം പുതിയൊരു മാനേജറിന് ഏറ്റവും വലിയൊരു കോൺഫിഡൻസ് മിഡ് സീസണിൽ കിട്ടാവുന്ന ഒരു ലക്ഷറിയാണ് കർബോ കപ്പ്. അത് ജയിച്ചു കഴിഞ്ഞാൽ അത് കിട്ടുന്ന ഒരു മൊറാൽ ബൂസ്റ്റ് വളരെ വലുതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് ജയിക്കുക എന്നുള്ളതാണ് ഒരു പുതിയ മാനേജർ. അതാണ് ചെൽസിക്ക് മിസ്സായത് അതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു പുതിയ മാനേജർ എന്നുള്ള രീതിയിൽ ഞാൻ കാണുമ്പോൾ ക്ലോപ്പിന്റെ അണ്ടറിൽ ഉള്ളതിനേക്കാളും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക് സ്ലോട്ടിന്റെ അണ്ടറിൽ ഈ കർബോ കപ്പ് ജയിക്കുക എന്നുള്ളത്. കാര്യം ഒരു പുതിയ മാനേജറിന് അതൊരു വലിയ ബൂസ്റ്റാണ്, മൊറാൽ ബൂസ്റ്റാണ്. എനിക്ക് തോന്നുന്നു അത് കർബോ കപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ബ്രോ, താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീക്കിൽ വീണ്ടും കാണാം. ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. താങ്ക് യു ബ്രോ, ബൈ. ഓക്കെ, ടേക്ക് കെയർ.